ഹലോ ഗൈസ്, എല്ലാവർക്കും സ്പോർട്സ്മാൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ്. അപ്പം ഞാൻ വളരെ ദുഃഖകരമായ ഒരു വാർത്ത പറയാനായിട്ടാണ് വീഡിയോയിലേക്ക് വരുന്നത്. അത് നമ്മുടെ ചാനലിൻ്റെ റീച്ചെല്ലാം ഇപ്പോൾ പോയിരിക്കുകയാണ്. ഏകദേശം ഡെഡായ നിലക്കാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റീച്ചെല്ലാം വളരെ ഡൗൺ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് വെക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളെൻ്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് പഴയ ഒരു റീച്ചൊന്നും കിട്ടുന്നില്ല. നമുക്ക് തിരിച്ച് വരും. നമ്മൾ കംബാക്കാണല്ലോ, നമ്മൾ കംബാക്കായിട്ട് വരും നമ്മൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് മാത്രമല്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എൻ്റെ ക്ലാസ്സിലുള്ളവർ കുറച്ച് പേര് പറയുന്നത് കേട്ടു. എൻ്റെ ക്ലാസ്സിലുള്ളവർ മാത്രമല്ല, നിങ്ങളുടെ ക്ലാസ്സിലുള്ളവരും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരായിക്കോട്ടെ, അത് ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് സുനിൽ ഛേത്രി. ഞാനല്ല, ഇന്ത്യക്കാരനാണ് നിങ്ങളെങ്കിൽ, ഇന്ത്യക്കാരനെന്നല്ല, ലോകത്തുള്ളൊരു ഫുട്ബോൾ പ്രേമിയാണ് നിങ്ങളെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ഐഡലിനെ പോലെ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരാളാണ് സുനിൽ ഛേത്രി. അദ്ദേഹത്തെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന കുറേ പേര് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അത് അദ്ദേഹം ഒരു വേറെ രാജ്യത്ത് വല്ലതുമായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒപ്പമൊക്കെ എത്തേണ്ട ആളായിരുന്നു അദ്ദേഹം. മെസ്സിക്കും റൊണാൾഡോയ്ക്കൊക്കെ കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ ഒരു പാതിയെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിലും വലിയ റേഞ്ചിൽ അദ്ദേഹം എത്തിയേനെ. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് പൂമാലയിട്ട് സ്വീകരിക്കണം, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. അത് ഈ ഇന്ത്യയിലുള്ളവർ തന്നെ, സ്വന്തം ഇന്ത്യൻ ക്യാപ്റ്റൻ ആ ഇന്ത്യൻ ടീമിൽ നിന്ന് റിട്ടയറായ കാര്യം പോലും അറിയാത്ത കുറേ പേര് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. എന്തിന് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണെന്ന് പോലും അറിയാത്ത കുറേ പേര് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. എന്ത് ചെയ്യാനാ? ഈ 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ എന്തുകൊണ്ട് ഫുട്ബോൾ വളരുന്നില്ല? അതിനുള്ള കാരണം ഇതാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ, ഒരു ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്വന്തം ആരാധകരോട് സ്റ്റേഡിയത്തിലേക്ക് വരൂ, കളി കാണൂ എന്ന് പറഞ്ഞ് അപേക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. മെസ്സിയോടും റൊണാൾഡോയും ഒക്കെ താരതമ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ. അതെ, അദ്ദേഹവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റിയ പ്ലെയേഴ്സ് തന്നെയാണ് അവർ. കാര്യം ഇപ്പോൾ നിങ്ങൾ ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്ക്, ഇൻ്റർനാഷണൽ ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്ക്. അതിൽ ടോപ്പ് 10 അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. എനിക്കൊന്ന് ടോപ്പ് 5 തന്നെ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലെയറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാൻ? അദ്ദേഹം റിട്ടയറായ കാര്യം പോലും മിക്കവർക്കും അറിയത്തില്ല. അപ്പോൾ നിങ്ങളൊന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെന്ന് പറഞ്ഞു കൊടുക്കുക അവരോട് എന്താണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ ബൈ, മറ്റൊരു വീഡിയോയിൽ കാണാം.